ഹലോ നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. വാച്ചുകൾ വേണം നിങ്ങൾക്ക്. ഏകദേശം 1 കോടി രൂപ അടുപ്പിച്ചുള്ള വാച്ചുകൾ എന്നോട് ഇരിക്കുന്നത് കേട്ടോ. ഇത് ആരുടെയെന്ന് വെച്ചാൽ യൂസുഫ് അലി സാറിൻ്റെ വീട്ടിലോ ലാലേട്ടൻ്റെ വീട്ടിലോ മമ്മൂക്കയുടെ വീട്ടിലോ ഒന്നും അല്ല ഇരിക്കുന്നത്. ഒരു സാധാരണ ഒരു തന്ത്രിയുടെ വീട്ടിലോ ജോൾസിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഐഫോൺ ആപ്പിൾ ജോൾസൻ എന്നറിയപ്പെടും. അതുപോലെ തന്നെ വണ്ടികളോട് ക്രേസാണ്, വാച്ചുകളോട് ക്രേസാണ്. ഇതെല്ലാം ഗിഫ്റ്റഡാണ്. ഇതെല്ലാം പുറത്തുനിന്ന് ദുബായിൽ നിന്ന് അറബികൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊട്ടാരക്കര നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള പല ജോത്സ്യനും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രവചനങ്ങൾ ഫലിച്ചിട്ടുള്ള ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ആളോടാണ് ഞാൻ ഇരിക്കുന്നത്, മുരാരി തന്ത്രിയോട്. നമസ്കാരം മുരാരി. നമസ്കാരം. ഫുഡ് നോക്കട്ടോ, കുറച്ച് കടമുണ്ടായിരുന്നു. ഇതെല്ലാം ഗിഫ്റ്റ് ആണല്ലേ? ഒന്ന് പറയാം ഇതൊക്കെ. ഇത് ഏത് വാച്ച് ഏതാണ്? റോളക്സ് ഒക്കെ ഉണ്ട്, 4 റോളക്സ് ഉണ്ടല്ലേ? ഇത് റോളക്സിന്റെ ഫസ്റ്റ് മോഡൽ വാച്ച്. ഫസ്റ്റ് മോഡൽ. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാ. ഇത് പഴയ മോഡലാണ് കേട്ടോ. 20 വർഷത്തിന് മേളിൽ പഴക്കമുള്ള വാച്ച്. 20 വർഷം. ഇത് റോളക്സ് തന്നെയാണോ? ഇത് റോളക്സ് തന്നെയാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. അറബിക്കാണ്. ഇതും എല്ലാം ഗിഫ്റ്റഡ് ആണല്ലേ? എല്ലാം ഗിഫ്റ്റാണ്. ഇത് അറബിക്ക് നമുക്ക് വായിക്കാൻ പോലും അറിയത്തില്ലല്ലോ. ഇല്ല. നമ്മൾ സന്തോഷമായിട്ട്. അതെ. ഇതിനകത്തെല്ലാം എഴുതിയിരിക്കുന്ന അക്കങ്ങളെല്ലാം അറബിക്കാണ്. ഇതിനകത്ത് നമ്മൾ പിന്നെ വേണേൽ 1, 2, 3 എണ്ണീട്ട് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. 2 ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു 20 ലക്ഷം കഴിഞ്ഞു. ഇത് അത് ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ആണോ? ഓട്ടോമാറ്റിക് ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ചായിരുന്നു. അതെ. ഇതൊരു വലിയൊരാള് എനിക്ക് സന്തോഷപൂർവ്വം. പേര് പറയാൻ പറ്റുന്ന ആളാണോ? പേര് പറയത്തില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കറക്കണ്ട, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓടിക്കോളും. ഇതാ ഓടുന്നു. ഇനി അടുത്ത എടുക്കാം. ഇത് റാഡാണ്. ഇതൊരു ക്വാർട്സ് റാഡ ഇറങ്ങിയ സമയത്ത് കിട്ടിയൊരു വാച്ചാണ്. കുറേ വർഷമല്ലേ? കുറേ വർഷമായി. ഇനി അടുത്ത ഇരിക്കുന്ന റാഡാണ് കേട്ടോ. റാഡോ ഒബിയസ്ലി എല്ലാവർക്കും അറിയാം. ഈ ഡബിൾ പാലം ഇറങ്ങിയ സമയത്ത് ആളുകൾ ഉൾപ്പെടെ പറയാം. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ആറ്റൂർപ്പണം റഹീം എന്ന് പറയും. പുള്ളി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി എനിക്ക് ഒരു 24 വർഷമെങ്കിലായി കാണും. ആ കാലഘട്ടത്തിൽ പുള്ളി കൊണ്ടുതന്ന ഒരു ഗിഫ്റ്റായിരുന്നു. പുള്ളി സൗദിയിൽ നിന്ന് കൊണ്ടുതന്നായിരുന്നു. ഗിഫ്റ്റാണത്. ഇനി അടുത്തത് ഓട്ടോമാറ്റിക് ആണ് എൻ്റെ ഇരിക്കുന്നത്. ഇതും ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് റോളക്സ് ആണ്. ഇത് ലേറ്റസ്റ്റ് ഒരു 2019-20 കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു വാച്ചാണ്. ഇത് നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിലുള്ള സാധനമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം കേട്ടോ. ഇതിൻ്റെ സെൻസറാണ്. ഇത് ഞാൻ നോക്കുന്നു ഓടുന്നില്ലെന്ന് വെച്ചാൽ പറഞ്ഞ് അനീഷ് ചെറുതായിട്ടൊന്ന് കുലുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കുലുക്കിയപ്പോൾ കടന്ന് ഓടുന്നു. ഓടുന്നു. കുലുക്കിയപ്പോൾ പൾസ് റേറ്റ് അനുസരിച്ചാണ്. എൻ്റെ ബാക്കിലേക്കാണ്ട് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതും ഗിഫ്റ്റാണ്. എത്ര വർഷമായത്? ഇതിപ്പോൾ അടുത്ത കാലത്ത് 2022. പിന്നെ വേറെ ആരോടെ കാണിച്ചിട്ട് ഞാൻ നമ്മുടെ ഇതിലേക്ക് പോവാം, ഇൻ്റർവ്യൂവിലേക്ക് പോവാം. ഐഫോണെല്ലാം തരുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐഫോൺ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? ഇതാണ് സംഭവം. ഇദ്ദേഹം ഐഫോൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ പോലും ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇത് ഇവിടെ തൊട്ട് തുടങ്ങാം. ചെറുത്. ഇത് പണ്ടത്തെ സ്റ്റാർട്ടിങ് അല്ലേ? ഇത് ഷേഖ് നാസർ അൽ-അഷാർ എന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ ആദ്യം ഈ ഫോറസ് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അല്ലേ? എത്ര വർഷം പഴക്കമാണ്? ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതല്ലേ? അമ്മയൊക്കെ യൂസ് ചെയ്ത് ഇതാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അമ്മയുടെ ഫോണാണ്. ഇത് അമ്മയുടെയാണ്. ഇത് ഏതാണ് മോഡല്? ഇത് 5C അല്ല, ഇത് 5SC. ഇത് 5SC അല്ലേ? 6SC ആണത്. 5C ആണ്. നമ്മളെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന ജിതു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് 13, 12, 13, 14 Pro Max, 13 Pro Max, 12 Pro ഉണ്ട്. അത് മോളുടെ 15 ഇരിപ്പുണ്ട്. പിന്നെ മോളുടെ ഇരിപ്പുണ്ട് 12 Pro അല്ലേ? ഇതാണ് കണ്ടോ കാര്യം. ഇതൊക്കെ നമ്മൾ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി എത്രമാത്രം ജോലിയാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം ഗിഫ്റ്റഡ് ആണ്. എല്ലാം ഗിഫ്റ്റാണ് അല്ലേ? അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പൗച്ച്. സൂപ്പർ ആയിട്ടുണ്ട് ഈ പൗച്ച് എന്ന് കാണുന്നത്. വിദേശത്തുള്ള ഒരു ലേഡി ഗിഫ്റ്റ് കൊടുത്ത എൻ്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. പിന്നെ പോരാഞ്ഞിട്ട് ഒരു 1.25 ഒരു സാധനം ഉണ്ട്, 21 അല്ലേ? S21. ഇതും ഗിഫ്റ്റാണോ? അപ്പൊ കാശ് കൊടുത്തൊന്നും വാങ്ങിക്കാറില്ലേ? ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അത് ദൈവം കൂടെ ഉള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ? തന്ത്രിയെ കുറിച്ച് ധാരാളം നെഗറ്റീവ്സ് കേൾക്കാറുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന മൊത്തം കള്ളമാണെന്നാണ് പറയുന്നത്. ഒന്നും വലിച്ചിട്ടില്ല. കാര്യം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഒരു കർണാടകയിൽ നമ്മുടെ പ്രിയ സഹോദരൻ പോയിട്ട് അദ്ദേഹത്തെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചു. അത് കിട്ടിയില്ല.
അപ്പം കൃത്യമായിട്ട് ആ സ്ഥലം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആ മണ്ണിന്റെ പ്രഷറിൽ ആ വാഹനം ഏത് ദിശയിലേക്ക് പോയെന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടറിയാം ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം അന്ന് ഇന്റർവ്യൂവിന് വന്ന ആളെ ചോദിച്ചു ഇത് എവിടെയാണ്, ജലാംശത്തിൽ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന രാശിയിൽ വെള്ളത്തിൽ തന്നെയാണ്. അതെ, മണ്ണിന്റെ അടിയിലല്ല. അല്ല. ഇപ്പോഴും എന്താ ഏതിലാണ് ഉറച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പ്രചാരണത്തിൽ ഇപ്പോഴും ഉറച്ചിരിക്കുന്നുണ്ട്. തെരച്ചിലൊക്കെ നിർത്തിയല്ലോ അവര്. തെരച്ചിൽ നിർത്തി. നമുക്കറിയാം, കാലക്രമത്തിൽ അറിയാലോ. ഇപ്പം ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ അല്ലേ ഈ പറഞ്ഞ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിച്ചുകൂടായില്ല. ഈ നിമിഷം നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകർക്ക് മുന്നിലായിട്ട് ഒരു പ്രവചനം ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയണമെങ്കിൽ അയാളെ ജീവനോടെ തന്നെ കിട്ടും എന്നാണ് എന്റെ ക്യാമറ നോക്കിയൊന്ന് പറയാമോ? ഇപ്പോഴും എന്റെ ഉറച്ച വിശ്വാസം അർജുനൻ ജീവനോടെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് ആ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് വരും എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകൾക്ക് വലിയ മനസ്സ്, അതൊരു പൊന്നാവട്ടെ ആ നാക്ക്. ആ ചെറുപ്പക്കാരൻ വരണം. കുറേ പേരുടെ അത്താണിയാണ് ആ പയ്യൻ. അപ്പോൾ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ കുറേ നമ്മുടെ ബിഗ് ബോസിൽ അഖിൽ മാരാർ വിഞ്ചു, എനിക്കൊന്ന് ആദ്യത്തെ പ്രവചനം കേരളത്തിൽ നടത്തിയ താങ്കളാന്ന് തോന്നുന്നു അല്ലേ? ആദ്യം പറഞ്ഞത് ഞാനത്. ആ പ്രവചനം പറയാൻ കാരണം എന്താ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? അത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ഞാൻ അന്ന് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ദുബൈയിലായിരുന്നു. ദുബൈയില് ടിസീസിലായിരുന്നു ഞാൻ. അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെ എന്നെ കാണാൻ വന്നു. മാരാറുടെ ഫാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു, എന്നെ കണ്ടു. അപ്പം അതിലൊരാൾ അവിടുത്തെ ചാനൽ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു മാരാറിൻ്റെ നാട്ടുകാരനാണ്, നമ്മുടെ ബാല്യകാലം മുതൽ അറിയാവുന്ന ഒരു പയ്യനാണ്, വളരെ മിടുക്കനാണ്, അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടുത്തെ പ്രശസ്തനായ സിനിമാ നടന്റെ പുറകിൽ നിന്ന് ഒരാൾ മുമ്പിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ജയിക്കും എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു അതെ, ജയിക്കുമെന്ന് തന്നെ. അത് പിന്നെ കുറച്ച് ചാനലൊക്കെ എടുത്ത് ബൂസ്റ്റ് ചെയ്യായിരുന്നു അന്തകാലത്തില്. അന്ന് കുറച്ചേ ബൂസ്റ്റ് വന്നോളൂ. കാര്യം എല്ലാവരും പറഞ്ഞത് 90 ദിവസം കഴിഞ്ഞപ്പോഴാണ് താങ്കൾ അത് പറഞ്ഞെന്നുള്ളത്. പക്ഷെ 90 ദിവസം കഴിഞ്ഞപ്പോഴല്ല പറഞ്ഞത്. എനിക്കൊന്ന് ഷിജു പടിഞ്ഞാറ്റിങ്ങൽ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ സ്റ്റാർട്ടിങ് തൊട്ടേ പുഷ് ചെയ്യുന്നുണ്ട് അഖിലിനെ. നമുക്കെല്ലാം സന്തോഷമാണ്. അഖിൽ വിൻ ചെയ്യുന്നതിനകത്ത് നമുക്കെല്ലാം സന്തോഷമാണ്. അഖിൽ വേറൊരു ലെവലിലേക്ക് പോയാലും സന്തോഷമാണ്. ഈ പ്രവചനങ്ങൾ പലതും ഫലിക്കാതെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വരും, ഇന്നതൊക്കെ ചെയ്താൽ മതി, അതൊക്കെ ചെയ്താൽ രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തും രക്ഷപ്പെടാതെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ചീത്ത വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ പറയാറുണ്ടോ? കുറെ വർഷമായിട്ട് ഇന്നും നമ്മളുമായിട്ട് ആ ബന്ധമുള്ള ആൾക്കാർ ആ ബന്ധം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. 10-25 വർഷത്തിന് മുമ്പ് നമ്മളുമായിട്ട് സഹകരണമുള്ള ആൾക്കാർ ഇന്നും അതേ സഹകരണം തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ആ സഹകരണത്തിന് ഒരു ഓട്ടം വെച്ചിട്ടില്ലേ? താങ്കളുടെ യഥാർത്ഥ പേര് മുരാരിയൻ തന്നെയായിരുന്നു? അല്ല, എനിക്ക് 2 പേരുണ്ട്. അതായത് വളരെ രസകരമായ സംഭവം, ഞാനൊരു ചാനലും പറയാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് പേര് പല പേരുകൾ എൻ്റെ പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്തൊരു ആളിട്ടേക്കുന്നുണ്ട് ബൈജു, കൊട്ടാരകൃഷ്ണന്റെ ആട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ബൈജു എങ്ങനെ മുരാരിയായി. അതായത് എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ നെയിം മുരാരി എന്ന് തന്നെയായിരുന്നു. റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ. അപ്പോൾ എങ്ങനെ അത് മാറി എന്ന് ചോദിച്ചാൽ, ഇവിടെ അരീക്കൽ ഒരു സ്കൂൾ തുടങ്ങിയ സമയത്ത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലകൃഷ്ണ സാർ. അങ്ങനെ ബാലകൃഷ്ണ സാർ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഇവിടെ വിദ്യാർത്ഥികൾ ഇല്ലാതെ വന്നപ്പോൾ അവിടെ ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ പേരെ പേര് മാറ്റി ചേർത്തു. അനിൽ ചക്രവർത്തി, അനിൽ കൃഷ്ണൻ, റോസ്ചന്ദ്രൻ, ഇങ്ങനെ കുറെ പേരുകൾ ഇട്ട കൂട്ടത്തിൽ എനിക്കൊരു പേര് സാർ ഇട്ടു, രാജൻ ബാബു. രാജൻ ബാബു. അതാണ് ഞാൻ ഇതൊരു ചാനലിലൊന്നും പറയാത്തൊരു സംഭവം. എന്റെ യഥാർത്ഥ പേര് രാജൻ ബാബു. അതായത് നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ പേര് മാറ്റുന്ന താങ്കൾ മാറ്റി. രാജൻ ബാബു സാറ് മാറ്റി. അതാണ് ഒഫീഷ്യൽ നെയിം. മുരാരി എന്ന് മാറ്റാൻ കാരണം എന്താ? മുരാരി ആദ്യത്തെ പേരെന്റെ, അതായത് ജന്മം കൊണ്ട് തന്നെ മുരാരി എന്നാണ് പേരിട്ടത്. അതായത് ഇവിടെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇട്ട പേരാണ് മുരാരി. അതിനുശേഷം സ്കൂൾ തലത്തില് പഠനത്തിലൊക്കെ മുൻപിലായിരുന്നു. അപ്പോൾ ഇവിടെ ശാന്ത ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറുണ്ട് ഇപ്പോഴും ഈ അരിക്ക് അങ്ങോട്ട് തെറ്റിക്കുടി ഭാഗത്ത്. ടീച്ചറെ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇടയ്ക്ക് തന്നെ ടീച്ചർ പറഞ്ഞു കണക്കിനകത്തവൻ ഭയങ്കര അഗ്രഗണ്യനായിരുന്നു, കണക്കായിരുന്നു ടീച്ചർ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവിടം വരെ എത്തി എന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ലേ വേണ്ടുന്നത്, ടീച്ചർക്ക് അഭിമാനമായിട്ട് പറയാലോ, ഇത് കണക്കല്ലേ, കണക്ക് നമ്മൾ അതേപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മാപ്പിളപ്പാട്ടിലേക്ക് വന്നു. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സ്ട്രീറ്റിലുള്ള ഒരു ടീച്ചർ ഇവിടെ പോസ്റ്റിംഗ് ആയി, അറബിക് ടീച്ചറായിട്ട്. ബീബി ടീച്ചറാണ് എന്നെ ഈ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. മാപ്പിളപ്പാട്ട്, അറബന മുട്ട്, ദഫ് മുട്ട്, ഇങ്ങനെയുള്ള വേറിട്ട ചില കലകളിലേക്ക്, അന്ന് ഹിന്ദുക്കളൊന്നും ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ ഇല്ലാത്ത കാലത്ത് ചെറിയ പ്രായത്തിൽ നമ്മളെ അതിലേക്ക് കൊണ്ടുവരികയും
പിന്നീട് രണ്ടായിട്ട് സ്കൂളിലേക്ക് മാറി. ഹൈസ്കൂളിലേക്കൊക്കെ ആയപ്പം ശരിക്കും സ്റ്റേറ്റ് തലത്തിലൊക്കെ പോയി വളരെ ഗംഭീരമായിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ചു, ജയിച്ചു.